കോൺഗ്രസിന്റെ പാലക്കാട്ടെ യോഗത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം രാഹുൽ ഇത് നിഷേധിക്കുന്നു. യോഗമല്ല, പരിചയമുള്ള ആളുകളെ മാത്രമാണ് കണ്ടത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നത്. ആ പ്രതികരണം ആദ്യം കേൾക്കാം. പ്രാഥമിക സസ്പെൻഷനിലായി കഴിഞ്ഞാൽ ഞാൻ വേറെ പാർട്ടിയാണോ? യോഗം നടന്നാൽ സഹോദര, യോഗം നടന്നാലല്ലേ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റൂ. നടക്കാത്ത യോഗത്തെ പറ്റിയിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റൂ. കോൺഗ്രസ് ഭരിക്കുന്ന ക്ഷീരോത്പാദക സംഘത്തിന്റെ ഓഫീസിലാണ് താങ്കൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കല്യാണമോ അല്ലെ മരണമോ ഒന്നും നടന്നിട്ടില്ല. എന്റെ പൊന്നു സഹോദര, ഇവിടെ ഞാൻ ഈ ആളുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ. യോഗം ചേർന്നാൽ യോഗം ചേർന്നു എന്ന് പറയും, യോഗത്തിൽ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയും. അല്ല, അവരെ കാണുമ്പോൾ അവരോട് സംസാരിക്കും. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിനെ പറ്റി ചോദിക്കും, തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കും. ഞാൻ കൈ ചിഹ്നത്തിൽ ജയിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ജയിച്ച MLA ആണ്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവരും ജയിക്കണം എന്നുള്ള താല്പര്യത്തിൽ നിൽക്കുന്ന ആളാണ്. അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനവും നടത്തും. അതുകൊണ്ട് ഏത് സ്ഥലത്ത് പോകുമ്പോഴും, അതിപ്പോ ഏത് സ്ഥലത്ത്, അത് പാലക്കാട് പറയട്ടെ, പാലക്കാട് നല്ല ഏത് സ്ഥലത്ത് വെച്ച് 4 UDF-കാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവരോട് ചോദിക്കും, എന്താ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും, അതിനെപ്പറ്റി സംസാരിക്കും. അത് നിങ്ങളിങ്ങനെ വട്ടവിട്ട് വളഞ്ഞു കഴിഞ്ഞാൽ സംസാരം നിർത്താൻ പറ്റില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും, ഇവിടെ BJP-യെ CPM-നെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും. കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പ്. രാഹുലിന്റെ പ്രതികരണമാണ് കേട്ടത്. ഗോകുൽ VS ചേരുന്നുണ്ട്. ഗോകുൽ, അങ്ങനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് തന്നെ പതുക്കെ കോൺഗ്രസ് യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത് കോൺഗ്രസുമായി കൂടുതൽ അടുക്കുന്നു. അവിടെ മണ്ഡലത്തിൽ പല പരിപാടികളിലും പങ്കെടുക്കുന്നു. ഇപ്പോൾ രാഹുൽ ഏത് പരിപാടിയിലാണ് പങ്കെടുത്തത്? എന്താണ് വിശദീകരിക്കുന്നത്? ഇന്നാണ് ഈ ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. മുകളിൽ കോൺഗ്രസിന്റെ ഒരു യോഗം, ഒരു രഹസ്യ യോഗമാണ്. അത് വാതിലൊക്കെ അടച്ചിട്ട് ആണ് നടന്നിരുന്നത്. അതിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, പ്രധാനമായും കണ്ണാടി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ചയായത്. ആ യോഗത്തിലാണ് രാഹുൽ പങ്കെടുത്തത്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ സസ്പെൻഷനിലുള്ള ആൾ ഇത്തരത്തിലുള്ള യോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെന്നാണ് ഔദ്യോഗിക നേതൃത്വം അടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാൽ അങ്ങനെ സംഭവം ഉണ്ടായില്ല. വീണ്ടും പലപ്പോഴും ഈ മണ്ഡലത്തിൽ സജീവമാകുന്നതിന്റെ ഭാഗമായി തന്നെ കോൺഗ്രസ് യോഗത്തിൽ കൂടി രാഹുൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾക്ക് അറിഞ്ഞ് ഈ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതൊരു യോഗമായിരുന്നില്ല, സാധാരണ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തതിനപ്പുറത്തേക്ക് യോഗം എന്നുള്ള നിലയിൽ ഉണ്ടായിട്ടില്ല. യോഗമല്ല, ഔദ്യോഗിക യോഗമല്ല എന്നുള്ളതാണ് രാഹുൽ അറിയിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും വീണ്ടും രാഹുൽ ഈ വിധത്തിൽ ഇത്തരത്തിൽ സസ്പെൻഷനിലാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള യോഗങ്ങൾ കൂടി പങ്കെടുത്തു തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായി കാണേണ്ടത്. ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് MLA ആണ്. ആ MLA ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, ആ സസ്പെൻഷൻ ഇതുവരെയും പിൻവലിച്ചിട്ടില്ല, അങ്ങനെ തീരുമാനവും വന്നിട്ടില്ല. ആ നിലയ്ക്ക് വരുന്ന ഈ യോഗങ്ങളെ അല്പം എടുത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി പരിശോധിക്കേണ്ടി വരും.